നമസ്കാരം. ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ നിന്ന് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വൻ ദുരന്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയതും ലോകപ്രശസ്തവുമായ 109 നിലകളുള്ള സിറ്റിക് ടവർ അഥവാ ചൈന സൂൺ കെട്ടിടത്തിലേക്ക് ഒരു ചെറു വിമാനം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി വൻ അപകടമുണ്ടായിരിക്കുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ ഉണ്ടായ ഈ അപ്രതീക്ഷിത ദുരന്തം അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിൻ്റെ ഭീതിദത്തമായ ഓർമ്മകളെയാണ് ആഗോള സമൂഹത്തിൽ ഉണർത്തുന്നത്. 1732 അടി ഉയരമുള്ള ഈ ഭീമാകാരമായ ആകാശ ഗോപുരത്തിൻ്റെ മുകൾ നിലകളിൽ വിമാനം ഇടിച്ചു കയറിയതിനെ തുടർന്ന് കെട്ടിടത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ കെട്ടിടത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കുകയും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ചൈനീസ് അധികൃതർ. സൺവേഡ് SA-60L അറോറ ഇനത്തിൽപ്പെട്ട ബി-12 PP എന്ന രജിസ്ട്രേഷനിലുള്ള ലഘുവിമാനമാണ് ചൈന സൂൺ ടവറിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന നാടകീയമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇതിനകം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട്. വിമാനം ഇടിച്ച ആഘാതത്തിൽ 109 നിലകളുള്ള ഈ അതികായകനായ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് വലിയൊരു ദ്വാരം രൂപപ്പെട്ടതായി ചിത്രങ്ങളിൽ വ്യക്തമാണ്. വിമാനം ഇടിച്ച ഉടൻ തന്നെ അതിൻ്റെ ചിറകുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങൾ തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. സൂപ്പർട്രോൺ വിഭാഗത്തിൽപ്പെടുന്ന ഈ കൂറ്റൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വായുവിൽ ദ്രുതഗതിയിൽ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ നഗരവാസികളിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തകർന്നു വീണ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ബെയ്ജിംഗ് നഗരത്തിൻ്റെ പ്രധാന റോഡുകളിലാണ് വന്നു വീണത്. വിമാനത്തിൻ്റെ തകർന്ന ചിറകുകളും മറ്റ് ലോഹഭാഗങ്ങളും ജനസാന്ദ്രതയേറിയ റോഡിൽ കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടം നടക്കുന്ന സമയത്ത് റോഡിലൂടെ പോയിരുന്ന വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ അവശിഷ്ടങ്ങൾ വീണ് പരിക്കേറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. അപകടത്തെ തുടർന്ന് പ്രദേശം മുഴുവൻ കനത്ത പുകപടലങ്ങളാൽ മൂടപ്പെടുകയും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തു. ചൈനീസ് സുരക്ഷാ സേനയും ഫയർഫോഴ്സും മിനിറ്റുകൾക്കകം തന്നെ സ്ഥലത്ത് വരികയും പ്രദേശം തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ ചൈനീസ് ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിമാനത്തിലുണ്ടായിരുന്നവർ ആരെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. വിമാനത്തിന് സംഭവിച്ച സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റിന് സംഭവിച്ച പിഴവാണോ ഈ ദുരന്തത്തിന് കാരണമായത് എന്ന് കണ്ടെത്താൻ ചൈനീസ് വ്യോമയാന മന്ത്രാലയം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബെയ്ജിങ്ങിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും സുപ്രധാനമായ ഒരു കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചു കയറിയത് ചൈനയുടെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ പൂർണ്ണമായി പുറത്തു വരികയുള്ളൂ. ബെയ്ജിങ്ങിലെ ഏറ്റവും ഉയർന്ന ആകാശഗോപുരമായ ചൈന സൂൺ ടവറിലേക്ക് ചെറുവിമാനം ഇടിച്ചു കയറിയ ദുരന്തം ആഗോളതലത്തിൽ വലിയ സുരക്ഷാ ആശങ്കകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. 1732 അടി ഉയരമുള്ള ഈ കൂറ്റൻ കെട്ടിടത്തിൻ്റെ 109 നിലയിലേക്ക് വിമാനം പതിച്ച ദൃശ്യങ്ങൾ അമേരിക്കയെ നടുക്കിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിൻ്റെ ഓർമ്മകളെയാണ് ആഗോള സമൂഹത്തിൽ വീണ്ടും ഉണർത്തിയത്. വിമാനാപകടത്തിൻ്റെ ആദ്യ വിവരങ്ങൾ പുറത്തു വന്നത് മുതൽ ഇത് കേവലമൊരു സാങ്കേതിക തകരാറാണോ, പൈലറ്റിൻ്റെ പിഴവാണോ, അതോ ആസൂത്രിതമായൊരു ഭീകരാക്രമണമാണോ എന്ന സംശയം അന്താരാഷ്ട്ര സുരക്ഷാ നിരീക്ഷകർക്കിടയിൽ ശക്തമായിട്ടുണ്ട്. ചൈന പോലുള്ള കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഇത്തരമൊരു സംഭവം നടന്നുവെന്നത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ചൈനീസ് ഭരണകൂടം ഔദ്യോഗികമായി ഇതിൻ്റെ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ചൈനയുടെ ആഭ്യന്തര സുരക്ഷയെ കാലങ്ങളായി വെല്ലുവിളിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും ചരിത്രവും പരിശോധിക്കുമ്പോൾ ഈ ദുരന്തത്തിന് പിന്നിൽ ഭീകരാക്രമണ സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സജീവവുമായ ഭീകരവാദ ഭീഷണി നിലനിൽക്കുന്നത് രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ സിയാൻജിങ്ങിലാണ്. ഇവിടെയുള്ള ഉയ്ഘൂർ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് അഥവാ തുർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി എന്ന സംഘടനയാണ് ചൈന നേരിടുന്ന ഏറ്റവും വലിയ ഭീകരവാദ വെല്ലുവിളി. സിൻജിയാങ് മേഖലയെ ചൈനയിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഈ വിഘടനവാദ ഗ്രൂപ്പിൻ്റെ പ്രധാന ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ETIM മുൻകാലങ്ങളിൽ ചൈനയിൽ നിരവധി മാരകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അൽ-ഖ്വയ്ദ, ഐസിസ് തുടങ്ങിയ ആഗോള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ ഗ്രൂപ്പ് ചൈനയുടെ വികസന പദ്ധതികളെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും തകർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ബെയ്ജിംഗ് ഉൾപ്പെടെയുള്ള ചൈനീസ് നഗരങ്ങളിൽ ഈ വിഘടനവാദികൾ നടത്തിയ ആക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നിലവിലെ വിമാനാപകടത്തിലെ ഭീകരാക്രമണ സാധ്യതകൾക്ക് കൂടുതൽ ഗൗരവം കൈവരും.
2013 ബെയ്ജിങ്ങിലെ ചരിത്രപ്രസിദ്ധമായ ടിയാൻമെൻ സ്ക്വയറിലേക്ക് തീവ്രവാദികൾ കാർ ഇടിച്ചു കയറ്റി സ്ഫോടനം നടത്തുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ETIM ഏറ്റെടുക്കുകയും ചെയ്തു. കൂടാതെ 2014 യുനാൻ പ്രവിശ്യയിലെ കുൻമിങ് റെയിൽവേ സ്റ്റേഷനിൽ തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കശാപ്പിൽ 30-ലധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. ചൈനീസ് ഭരണകൂടം സിൻജിയാങ് മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങൾക്കും പുനർവിദ്യാഭ്യാസ ക്യാമ്പുകൾക്കുമുള്ള പ്രതികാരമായി ചൈനയുടെ പ്രതീകാത്മകമായ വൻകിട നിർമ്മിതികളെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ട് വൻ രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇത്തരം ഗ്രൂപ്പുകൾ ആസൂത്രണം ചെയ്തിരുന്നതായി ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ മുൻപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബെയ്ജിങ്ങിലെ വിമാനാപകടം ഒരു ഭീകരാക്രമണമാക്കാനുള്ള സാധ്യതകളെ ബലപ്പെടുത്തുന്ന മറ്റൊരു ഘടകം ചൈനീസ് ഭരണകൂടത്തിൻ്റെ കടുത്ത രഹസ്യാത്മകതയാണ്. ചൈനയിലെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവരങ്ങൾ സെൻസർ ചെയ്യുന്ന ശീലം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെക്കുറിച്ചോ പൈലറ്റിനെക്കുറിച്ചോ ഉള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറാക്കാത്തത് ഈ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ചൈനീസ് വ്യോമാതിർത്തി കനത്ത റഡാർ സംവിധാനങ്ങളാലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. വിമാനങ്ങളുടെ ഓരോ ചലനവും സൈന്യം നിരീക്ഷിക്കുന്ന ബെയ്ജിംഗ് നഗരത്തിൻ്റെ മുകളിലൂടെ ഇത്രയും വലിയൊരു കെട്ടിടത്തിലേക്ക് ഒരു വിമാനം ഇടിച്ചു കയറണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണവും ലക്ഷ്യബോധവുമുള്ള ഒരു അട്ടിമറി ശ്രമം ഉണ്ടാക്കാനുള്ള സാധ്യത നിരീക്ഷകർ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ സംഭവം ഒരു ഭീകരാക്രമണം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ പുറത്തുവരേണ്ടതുണ്ട്. അപകടത്തിൽപ്പെട്ട സൺവേഡ് SA-60L അറോറ വിമാനം ഒരു ലഘു വാണിജ്യ വിമാനമായതിനാൽ പൈലറ്റിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങൾക്കുണ്ടായ തകരാറോ കാരണം കെട്ടിടത്തിലേക്ക് പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രദേശത്ത് നിലനിന്നിരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാഴ്ചാപരിധി കുറഞ്ഞതും ഇതിന് കാരണമായി ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് വിവരങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വരുന്നതോടെ മാത്രമേ ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ അപകടം ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.